എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെലീനിയം യൂസ് ചെയ്ത് വെബ് എലമെന്റിന്റെയും പേജ് സെക്ഷന്റെയും സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ com.test എന്ന് പറഞ്ഞ പാക്കേജിനകത്ത് സ്ക്രീൻഷോട്ട് വെബ് എലമെന്റ് എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്വാഗ്രാഫ്സ് എന്ന വെബ്സൈറ്റ് തന്നെയാണ്. URL ഇതാണ്. ഞാൻ ഈ URL ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകുന്നത് ഈ ലോഗിൻ എന്ന ബട്ടന്റെ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ പർട്ടിക്കുലർ വെബ് എലമെന്റ് ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ കുറച്ച് കോഡ് ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി. അതായത് ബ്രൗസർ ലോഞ്ച് ചെയ്യുന്നതും മാക്സിമൈസ് ചെയ്യുന്നതും അതുപോലെ URL ലോഞ്ച് ചെയ്യുന്നതും അതുപോലെ ഡ്രൈവർ പോസ് ചെയ്യുന്ന 4 ലൈൻസ് ഓഫ് കോഡ് ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലോഗിൻ എന്ന ബട്ടന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ആഡ് ചെയ്ത് ഒരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്യുക. ID എന്ന ലൊക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ വാല്യൂ ലോഗിൻ ഹൈഫൻ ബട്ടൺ എന്നുള്ളതാണ്. അത് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐഡിയുടെ വാല്യൂ കൊടുക്കുക. അതിനുശേഷം ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ക്രിയേറ്റ് ലോക്കൽ വേരിയബിൾ ലോഗിൻ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഈ വെബ് എലമെന്റ് യൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണം. അതിനുവേണ്ടി സെലീനിയം ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഈ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഒരു മെത്തേഡ് കോൾ ചെയ്യണം. ലോഗിൻ ബട്ടൺ ഡോട്ട് ഗെറ്റ് സ്ക്രീൻഷോട്ടസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ടൈപ്പ് നമ്മൾ പാസ് ചെയ്യണം. ഔട്ട്പുട്ട് ടൈപ്പ് ഡോട്ട് ഫയൽ എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, സോഴ്സ് എന്ന് പറഞ്ഞ്. അതിനുശേഷം ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫയലാണ് അതിൻ്റെ ടൈപ്പ്. ഇനി നമുക്ക് എവിടെയാണ് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഫയലും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഫയൽ ഡെസ്റ്റിനേഷൻ ഈക്വൽ ടു ഒരു പുതിയ ഫയൽ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഫയൽ. അതിനുശേഷം പ്രൊജക്റ്റിൻ്റെ ഏത് ലൊക്കേഷനിലാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിവിടെ കൊടുക്കുക. പ്രൊജക്റ്റിൻ്റെ പാർട്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡോട്ട് യൂസ് ചെയ്യുന്നു. അതിനുശേഷം /, അതിനുശേഷം സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്താണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലോഗിൻ ഡോട്ട് ഫയലിൻ്റെ പേര് ലോഗിൻ ഡോട്ട് PNG എന്ന് ഞാൻ കൊടുക്കുവാണ്. ഇനി സോഴ്സിൽ കിടക്കുന്ന സ്ക്രീൻഷോട്ട് ഈ ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യണം. അതിനുവേണ്ടി ഫയൽ യൂട്ടിൽസ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഇത് Apache Commons IO യിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്ലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ com.xml എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കോമൺസ് IO എന്ന് പറഞ്ഞൊരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പം നിങ്ങളുടെ കേസിൽ ഫയൽ യൂട്ടിൽസ് കറക്റ്റായിട്ട് ഇമ്പോർട്ട് ആയില്ലെങ്കിൽ ഈ ഒരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫയൽ യൂട്ടിൽസ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ക്ലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ MEN റിപ്പോസിറ്ററിയിൽ നിന്ന് കോമൺസ് IO ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പം ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം. എൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 2.12.0 ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫയൽ യൂട്ടിൽസ് കറക്റ്റായിട്ട് വർക്ക് ആയില്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചില കേസുകൾ ബൈ ഡീഫോൾട്ട് ആ ഒരു ലൈബ്രറി ഉണ്ടായിരിക്കും. അങ്ങനെ ഓൾറെഡി ഫയൽ യൂട്ടിൽസ് എന്നുള്ള ക്ലാസ് ഇമ്പോർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പെൻഡൻസി ഇല്ലാത്തതുകൊണ്ട് ഫയൽ യൂട്ടിൽസ് വർക്ക് ആവുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്യേണ്ടി വന്നത്. ഞാൻ ആ ഫയൽ യൂട്ടിൽസ് എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യണം. ഫയൽ യൂട്ടിൽസ് ഡോട്ട് കോപ്പി ഫയൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുക്കാൻ പറ്റും. നമ്മുടെ കേസിൽ സോഴ്സ് ഫയൽ എന്ന് പറയുന്നത് സോഴ്സ് ആണ്, അതുപോലെ ഡെസ്റ്റിനേഷൻ ഫയൽ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ആണ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്ത ശേഷം ഈ പ്രൊജക്റ്റിന്റെ റൂട്ട് ഫോൾഡറിൽ സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിന്റെ അകത്ത് ലോഗിൻ ഡോട്ട് PNG എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് വരും. അത് നമുക്ക് വെരിഫൈ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇല്ല. പക്ഷേ നമ്മൾ ഈ ക്ലാസ് റൺ ചെയ്ത് കഴിയുമ്പോൾ സെലീനിയം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ ലോഗിൻ ബട്ടന്റെ മാത്രമായിട്ട്. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി അതിന്റെ അകത്തായിരിക്കും സ്റ്റോർ ആകുക. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് കാണാം. അതിന്റെ അകത്ത് ലോഗിൻ ഡോട്ട് PNG എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്ത ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലോഗിൻ ബട്ടന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി എല്ലാ ബ്രൗസറിലും വർക്ക് ആവും. ഞാൻ ക്രോം ഡ്രൈവർ മാറ്റി ഫയർഫോക്സ് ഡ്രൈവർ ആക്കുവാണ്. ഞാൻ ഇമേജിന്റെ പേര് മാറ്റുവാണ്. ലോഗിൻ 1.png എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ റൺ ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് ലോഗിൻ 1.png എന്ന് പറഞ്ഞൊരു ഇമേജ് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നു. നിങ്ങളുടെ കേസിൽ ചിലപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇമേജ് വന്ന് കാണണമെന്നില്ല. അപ്പം പ്രൊജക്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ട്സ് എന്നുള്ള ഫോൾഡർ അതിൻ്റെ അകത്തെ ഈ പർട്ടിക്കുലർ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലോഗിൻ 1.png ക്ലിക്ക് ചെയ്താലും ആ ലോഗിൻ എന്നുള്ള ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതേ കേസ് എഡ്ജിലും കൂടെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൺ ചെയ്യാം, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. റൺ ചെയ്യുന്നതിന് മുമ്പ് ഫയലിന്റെ പേരും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ലോഗിൻ 2 എന്ന് ഞാൻ കൊടുക്കുവാണ്. അതിനുശേഷം റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് ലോഗിൻ 2.png എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 3 ബ്രൗസറിലും ഒരു പർട്ടിക്കുലർ വെബ് എലമെന്റ് സ്ക്രീൻഷോട്ട് എടുത്തു. അത് സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിലേക്ക് ആഡായി വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പർട്ടിക്കുലർ പേജിന്റെ സെക്ഷന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. അതായത് സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ലോഗിന്റെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന്റെ മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതെങ്ങനെ എടുക്കും നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ക്ലാസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസിന്റെ പേര്
സ്ക്രീൻഷോട്ട് പേജ് സെക്ഷൻ എന്ന് പറഞ്ഞ് ആണ് ക്ലാസ്സിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും WebElement കേസിൽ അതേ കോഡ് തന്നെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പർട്ടിക്കുലർ ലോഗിൻ്റെ ഭാഗമായിട്ട് വരുന്ന യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ബട്ടണും ഉള്ള ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ ലൊക്കേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ ഇത്രയും ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ഡിവിൽ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ആ ഒരു സെക്ഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ID എന്ന ലൊക്കേറ്റർ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ID എന്ന ലൊക്കേറ്ററിന്റെ വാല്യൂ ലോഗിൻ അണ്ടർസ്കോർ ബട്ടൺ അണ്ടർസ്കോർ കണ്ടെയ്നർ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വാല്യൂ കോപ്പി ചെയ്യുവാണ്. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID ഐഡിയുടെ വാല്യൂ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്യാം. ലോഗിൻ സെക്ഷൻ ഈക്വൽ ടു അതൊരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്യണം. ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ആ ഒരു കോഡ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ 3 ലൈൻസ് ഓഫ് കോഡ് ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഈ ക്ലാസ്സിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ലോഗിൻ ബട്ടന് പകരം ലോഗിൻ സെക്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ലോഗിൻ സെക്ഷൻ ആക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ ഒന്ന് റൺ ചെയ്യാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ യൂസർ നെയിമിന്റെയും പാസ്വേഡിന്റെയും ലോഗിന്റെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന്റെ സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ വരുന്നുണ്ട്. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് നമ്മൾ കൊടുത്ത ലോഗിൻ സെക്ഷൻ .png എന്നുള്ള പേരിൽ ഒരു ഫയൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ആ ഒരു സെക്ഷന്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നു. ഇത് ഇനി ബാക്കി എല്ലാ ബ്രൗസറിലും കൂടെ റൺ ആവുമെന്ന് വെരിഫൈ ചെയ്തേക്കാം. ഞാൻ ഫയർഫോക്സ് ആക്കി മാറ്റുവാണ് ഡ്രൈവർ. ഫയലിന്റെ പേര് ഒന്ന് ചേഞ്ച് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ലോഗിൻ സെക്ഷൻ 1 എന്ന് നമ്മൾ കൊടുത്ത ആ ഫയല് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് എഡ്ജിലും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തേക്കാം. എഡ്ജാക്കി മാറ്റി ഇനി നമുക്ക് ഫയൽ റൺ ചെയ്യാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്, കാരണം നമ്മൾ ഫയലിന്റെ പേര് ചേഞ്ച് ചെയ്ത് കൊടുത്തില്ല. ഫയലിന്റെ പേര് ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഓവർറൈറ്റ് ആവുകയാണ് ചെയ്യാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ലോഗിൻ സെക്ഷൻ 1 എന്നുള്ളത് 2 ആക്കി മാറ്റുന്നു. ഇനി ഞാൻ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ.
ലോഗിൻ സെക്ഷൻ 2 എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലോഗിന്റെ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് സെലീനിയം യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വെബ് എലിമെന്റിന്റെ അല്ലെങ്കിൽ ഒരു പേജ് സെക്ഷന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.